the day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. Football. ഐസക് ഒരു പ്രശ്നത്തിലാണ് പെട്ടത്. കാരണം അവൻ പുതിയതായിട്ടുണ്ടാക്കിയ ടീം ബെയർഫുട്ട് പേർഷ്യസ് എന്നുള്ള ഒരു ടീമിനെയാണ് നേരിടാൻ പോകുന്നത്. പേർഷ്യസിന്റെ ഗോൾ കീപ്പർ ഷാഡോ ബെയർഫുട്ടിന്റെ ഓരോ ഷോട്ടും തടയാൻ കഴിഞ്ഞു. പേർഷ്യസിന്റെ ഡിഫൻസ് തകർക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോഴെല്ലാം ഐസക് മിത്തിനോട് ഗോളിന്റെ ലെഫ്റ്റ് സൈഡിൽ അടിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഗോൾ കീപ്പർ ഷാഡോ അതിനൊട്ടും സമ്മതിച്ചില്ല. കൗണ്ടർ അറ്റാക്കിൽ ടീം പേർഷ്യസിന്റെ 2 ഗോളാണ് നേടാൻ കഴിഞ്ഞത്. എന്നിട്ട് അവർ മാച്ച് ജയിച്ചു. പക്ഷേ ഐസക് തോൽവി സമ്മതിച്ചില്ല. ചാലഞ്ചിന്റെ അവസാന ദിവസം ഒരിക്കൽ കൂടി നേരിടണമെന്ന് ഐസക് ഷോണിനോട് പറഞ്ഞു. Episode 4 Rematch with Sean. കഴിഞ്ഞ മാച്ചിലെയും ഈ മാച്ചിലെയും എന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് വിഷമം കൂട്ടിയോ? ഞാൻ നിന്നെ കൺട്രോൾ ചെയ്ത ഫസ്റ്റ് മാച്ച് തന്നെ തോറ്റു. നിനക്കതിൽ വല്ല വിഷമമുണ്ടോ? നമ്മൾ വെറുതെ സങ്കടപ്പെട്ടിട്ട് ഇപ്പൊ കാര്യമില്ല. കാരണം നമുക്ക് സമയമില്ല. ഇപ്പൊ അപ്പർ ലെഫ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്. വീണ്ടും കോർണറിൽ അടിക്കണോ? അതെ, കോർണറിൽ തന്നെ. ഇപ്പൊ ലോങ് ഷോട്ട് ഒന്ന് ട്രൈ ചെയ്. അതേ കോർണറിൽ തന്നെ അടിച്ചു നോക്ക്. നീ എന്താ ഷോട്ട് എടുക്കാത്ത? കണ്ടില്ലേ, അവിടെ ഗോൾ കീപ്പർ ഇല്ല. അതുകൊണ്ട് കോർണറിൽ ഞാൻ അടിക്കുമ്പോൾ ഗോൾ അടിക്കാൻ അത് വളരെ എളുപ്പമായിരിക്കും. ഇത് നന്നായി തോന്നുന്നു. ഓ, അപ്പൊ ആ കാര്യത്തിൽ നീ 100% കോൺഫിഡന്റ് ആണോ? 92.2%. പക്ഷേ സോറി മിത്ത്, എനിക്ക് 100% കോൺഫിഡൻസ് വേണം. നീ എവിടെ നിന്ന് അടിച്ചാലും ആ ബോൾ അപ്പർ ലെഫ്റ്റ് കോർണറിൽ ഗോൾ അടിക്കണം. എനിക്കിപ്പോ 100% കോൺഫിഡന്റ് ഉണ്ടെങ്കിലും ഷാഡോ ആ മാച്ചിൽ കാണുമല്ലോ. വലിയൊരു വൻമതിൽ പോലെ അവനോട് നിൽക്കുമായിരുന്നു. അവൻ നല്ല മിടുക്കനായ കളിക്കാരനാ. നമുക്ക് ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ആ എതിരാളിയുടെ വീക്ക്നെസ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഷാഡോയുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? അതുകൊണ്ടാ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങ്. ഓക്കേ, ഞാൻ 100% കോൺഫിഡന്റ് ആകുന്നവരെ ഞാൻ എന്റെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഹലോ ബേഡി ആന്റി. ഇനി എന്നെ അങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാത്തിനും ചവിട്ടി പുറത്താക്കും. അവർ ഐസക്കിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. ഗെയിം പ്രാക്ടീസിന് വേണ്ടിയാ. എനിക്കൊരു ചീസ് കേക്ക് ബേക്ക് ചെയ്യണ കാര്യം പറയണം. എന്റെ കൂടെ മിണ്ടാതെ വന്നാ മതി. പിന്നെ ഐസക്, നീ ഷോണിനെ തോൽപ്പിക്കാനുള്ള വഴി കണ്ടുപിടിച്ചോ? ഇപ്പോഴും കോർണർ അടിക്കാനാണോ ഭാവം? അതെ, അപ്പർ ലെഫ്റ്റ് കോർണർ. ഇന്ന് നമ്മൾ എന്തുമാത്രം ഷോട്ട് അടിച്ചു, അപ്പോഴാ അവര് ബ്ലോക്ക് ചെയ്ത്. പിന്നെ നീ എന്തിനാ ആ കോർണറിൽ അടിക്കാൻ തന്നെ ഇങ്ങനെ വാശി? എന്നെ വിശ്വസിക്കേ. നിന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, പ്രയോജനം ഇല്ലാത്തത് കൊണ്ടാ. ലെഫ്റ്റ് കോർണറിൽ അടിച്ച 6 ഷോട്ടും ഷാഡോ തടഞ്ഞല്ലോ. കോർണറിൽ അടിച്ച ഗോള് കിട്ടുന്നായിരിക്കും നീ വിചാരിച്ചേ. കാര്യങ്ങൾ അങ്ങനെ അല്ല ഐസക്. നാളെ വേറെ കാര്യമായിരിക്കും. അതെങ്ങനെ വേറെ ആയിരിക്കും പറയുന്നേ? അതേ സ്ഥലത്ത് തന്നെയല്ലേ നാളെ മാച്ച്. ഗോൾ കീപ്പറോ അയാള് തന്നെ. നീ ഒന്ന് സമാധാനിക്കേ, എന്നെ വിശ്വസിക്കേ, എല്ലാം ശരിയാവും. നമുക്ക് വേറെ കളിയും വേറെ ഫോർമേഷനുമാണ് പ്ലാൻ ചെയ്യേണ്ടത്. നീ കുറെ നേരിട്ട് ആ കോർണറിൽ തന്നെ ഗോൾ അടിക്കാൻ പറയുന്നത്. നിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കുക? അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഐസക്. നോക്ക്, നാളെ എന്ത് ഫോർമേഷൻ ആയാലും ശരി, മിത്ത് അപ്പർ ലെഫ്റ്റ് കോർണറിൽ മാത്രമേ ഗോൾ അടിക്കൂ. ടീം ബെയർഫുട്ട് ഇന്ന് ഗോൾ സ്കോർ ചെയ്യും. അതൊരു വലിയ സംഭവമായിരിക്കും. അവരുടെ മാനേജറായ ഞാൻ സ്മാർട്ടും കാണാൻ നല്ല സുന്ദരവുമാണ്. ഈ വിജയം ആഘോഷിക്കാൻ ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യും. ഞാൻ വളരെ നല്ലവളാ. നീ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ടോ? പറ. തീർച്ചയായിട്ടും. ആരും ഇതുവരെ കഴിക്കാത്ത നല്ലൊരു കേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നേ.
അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ എല്ലാം വീണ്ടും തുടങ്ങാം. അവര് തമ്മിൽ തെറ്റിയെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. അത് ഇച്ചിരി എളുപ്പമുള്ള കാര്യം എന്നാ തോന്നുന്നത്. ഒന്നെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യണോ, അല്ലെങ്കിൽ സത്യം പറ, നാളെ ജയിക്കുന്ന നിനക്ക് ഉറപ്പാണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് അതുകൊണ്ട് സംസാരിച്ചെടുക്കാം. എന്ത് പറയുന്നു? എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? എന്തൊക്കെ പറഞ്ഞാലും അവൻ ആ കോർണറിലേ അടിക്കുള്ളൂ, അത് ഉറപ്പാ. ഹേ ഐസക്, നീ കുറച്ച് സമാധാനത്തിൽ അവന്റെ അടുത്ത് ചെന്ന് സംസാരിക്ക്. അവൻ എന്നെ വിശ്വസിക്കുന്നില്ല, പിന്നെ എന്ത് സംസാരിക്കാനാ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി. അവര് തമ്മിൽ വഴക്കുണ്ടായി. അതെയോ? എന്തിന്? അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിന്റെ പ്രശ്നം. ഏയ്, കൊച്ചുകുട്ടികളെ പോലെ വഴക്കിടുന്നത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നീ ഷോണിനെ സാമിനെ കണ്ടില്ലേ? അവര് നല്ല കൂട്ടുകാരാ. അങ്ങനെ ഒരേ ടീമിലുള്ളവര് സ്നേഹത്തോടെ പെരുമാറേണ്ടത്. അവരുടെ ഒഫൻസ് വളരെ സ്ട്രോങ്ങർ ആണ്. അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതന്നെയാണ് നമ്മളുടെ പ്രശ്നവും. എത്രമാത്രം പ്രയാസമുള്ള മാച്ച് ആയാലും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാതെ സമാധാനം വേണം. എന്തായാലും പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഷോണിന്റെ പെരുമാറ്റം നിങ്ങൾ കണ്ടതല്ലേ? അവൻ മാച്ചിൽ എത്ര കൂളായിരുന്നു. സോറി കാറ്റ്, ഞങ്ങൾ എല്ലാവരും ഫീൽഡ് നോക്കി നിൽക്കുമായിരുന്നു. അല്ലാതെ നിന്നെ പോലെ സുന്ദരനായ പിള്ളേരെ നോക്കലല്ല പണി. ഞാൻ എതിർഭാഗത്തെ ടീമിനെ നോക്കിയതാ. മാച്ച് നടക്കുന്ന സമയത്ത് ഷോണിന്റെ ഫോക്കസും പാഷനും നമ്മുടെ ഐസക്കിനെ പോലെ തന്നെയായിരുന്നു. നീ പറഞ്ഞ ശരിയാണോ? തീർച്ചയായിട്ടും. സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ഒരേ ടീമിലായി കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, അത് ഉറപ്പാ. നീ എന്തൊക്കെയാ പറയുന്നത്? അവൻ നമ്മുടെ ശത്രു, അതറിയില്ല നിനക്ക്? അവൻ സുന്ദരനായത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ കാര്യമായിട്ട് ഇത് പറഞ്ഞത്. നീ ഇപ്പോഴും ആ ലെഫ്റ്റ് കോർണറിൽ തന്നെ അടിച്ച് പ്രാക്ടീസ് ചെയ്യാനാണോ ഉദ്ദേശം? അതെ. ഹേ, നീ എവിടെ പോവാ? എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ. ഞാൻ എന്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഹേ ഷോൺ, അവൻ ആ കോർണറിൽ തന്നെ ബോൾ അടിച്ചത് എന്തിനാണെന്ന് ആലോചിച്ചോ? അവൻ അറിയാമായിരുന്നു അങ്ങനെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നിട്ടും അവൻ അങ്ങോട്ട് തന്നെ അടിച്ചോണ്ടിരുന്നു. അതിന്റെ പിന്നിൽ എന്താണ് കാരണമെന്ന് എനിക്ക് അറിയണം. ഓ, ഒരു ഗെയിമിന് മുമ്പേ നീ ഇത്രയും സീരിയസ് ആയി ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടേ ഇല്ല. ഇതിനു മുമ്പ് എനിക്ക് ഇത്രയും സീരിയസ് ആയിട്ടിരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം ഐസക്കിനെ ഞാൻ നേരിട്ടില്ല. എന്താ, നിനക്ക് ബെയർഫൂട്ടിന്റെ കൺട്രോളറിനെ ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അടിപൊളി, ഇപ്പൊ എനിക്ക് കിട്ടിപ്പോയി. എന്താ കിട്ടിയത്? എന്ത് കിട്ടിയെന്നോ? നാളെ എങ്ങനെയാ സൂര്യന്റെ വെളിച്ചം കിട്ടുക എന്ന കാര്യം ഞാൻ കണ്ടുപിടിച്ചു. സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും. കമോൺ മേറ്റ്, എന്റെ ഒപ്പം കളിക്കേ. സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും. ഐസക്, നീ അവിടെ എന്താണ് ചെയ്യുന്നേ? നീ വീണ്ടും ജിജെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയോ? സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും, സൂര്യനും സൂര്യന്റെ വെളിച്ചവും.
ഇന്നത്തെ കാലാവസ്ഥ വെയിലുണ്ടെങ്കിലും ചെറുതായിട്ടും മഴ പെയ്യും. ടെമ്പറേച്ചർ 24-നും 27-നും ഇടയ്ക്കായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ചെറുതായി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വൈകിട്ട് കാറ്റ് പ്രതീക്ഷിക്കാം. ഇന്നപ്പോ വെയിലുണ്ടാവും. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി പരിധിക്ക് പുറത്താണ്. ദയവായി കുറച്ചു കഴിഞ്ഞ് വിളിക്കുക. കോൾ നമ്മളെ ടീമിനെ വിട്ട് പോയിന്നാ തോന്നുന്നത്. പക്ഷെ നമുക്ക് അവനെ ആവശ്യമാണ്. വിഷമിക്കണ്ട, അവൻ വരും. എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് നല്ല വെയിലുണ്ടാവുന്ന വിശ്വസിക്കുന്നു. എന്റെ എതിരാളി എത്ര വലുതാണോ അത്രയും വലുത് തന്നെ എന്റെ ക്ലാസും. ഇന്നലത്തെക്കാളും വലിയ ക്ലാസ് ആണല്ലോ. ഐസക് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അവനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ നല്ലപോലെ കളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഗെയിം തുടങ്ങുന്ന മുമ്പ് കുറച്ച് വെയിറ്റ് ചെയ്യാവോ? മാച്ച് ഇനി 1 മിനിറ്റിനകം തുടങ്ങും. ഏതെങ്കിലും ടീമിന്റെ ഒരു പ്ലേയേഴ്സെങ്കിലും കുറവാണെങ്കിൽ പിന്നെ മാച്ച് ക്യാൻസൽ ചെയ്യും. കാൾ, നീ എന്താ വരാത്തെ? കമോൺ കോൾ, നീ എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ. ഞാൻ വന്നു. നീ ഞങ്ങളെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പോഴും ലെഫ്റ്റ് കോർണറിൽ അടിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ തോക്കാൻ പാടില്ല, മനസ്സിലായോ? നിങ്ങളെ കൊണ്ട് കഴിയും. ഗോ ടീം പേഴ്സിയസ്, നിങ്ങളാണ് ബെസ്റ്റ്. മര്യാദയ്ക്ക് കളിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഗോ ടീം ബെയർഫുട്ട്, നിങ്ങളെ കൊണ്ട് കഴിയും. ഷോൺ, എന്തു പറ്റി? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറ. ഐസക് എന്തിനെ കുറിച്ചാണ് കൺസേൺ ആയിരിക്കുന്നതെന്ന് എനിക്ക് അറിയണം. അതുകൊണ്ടാണ് കിക്ക് ഓഫ് തീരുമാനിക്കാൻ നമ്മളിപ്പോ കോയിൻ ടോസ് ചെയ്യും. നിങ്ങൾ ഞങ്ങളോടൊന്നും ചോദിക്കണ്ട, അവര് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് കളിയാണ് പ്രധാനം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറയുന്നത് ശരിയാ, പിന്നെ കരയാൻ നിൽക്കരുത്. ഹെഡ്സ് ആണ്. ഹെഡ്സ്, ടീം ബെയർഫുട്ടിനാണ് അവസരം. ഇപ്പൊ സമയം 3 നമ്മളുടെ കയ്യിലുള്ള സന്ദർഭം എല്ലാം ഇപ്പൊ ഉപയോഗിച്ചേ പറ്റൂ. നമ്മൾ കിക്ക് ഓഫ് ചെയ്യണം. ഞങ്ങൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് അറ്റാക്ക് ചെയ്യുന്നു. ജിജിഒ നാഷണൽ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ജിജിഒ ചാലഞ്ചിന്റെ ഇത് അവസാനത്തെ മാച്ചാണ്. ചാലഞ്ചിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇന്നത്തെ മാച്ചിൽ ആര് ജയിക്കുന്നുണ്ടോ അവര് ജിജിഒ നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്കായിരിക്കും കളിക്കാൻ പോകുന്നത്.
ന്യൂക്ലിയസ് ആൻഡ് കോബ്ര, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കളിക്ക്. കണ്ടോ, നമ്മുടെ കിക്ക് ഓഫ് തുടങ്ങിയ തൊട്ട് അവർ ഓടാൻ തുടങ്ങിയതാ. അത് അടിപൊളി കാര്യമാണ്. അതുകൊണ്ട് സാറ്റലൈറ്റിന് ഇന്ന് ഒരുപാട് അധ്വാനിക്കേണ്ടതായിട്ട് വരൂ. അവർക്ക് ഡിഫൻസ് കളിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ അവര് സമയം നോക്കി അറ്റാക്ക് ചെയ്യൂ. ഓക്കെ, മെത്ത്, സാറ്റലൈറ്റ് അവരെങ്ങനെ കളിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഗോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫ്രോസൺ, ടൈറ്റൻ, ഡിഫൻസിന്റെ ലൈൻ നീ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഫ്രോസൺ, നീ ഒഫൻസിൽ സഹായിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. ബെയർഫുട്ടിന്റെ മാച്ച് ഒരിക്കൽ കൂടെ പേഴ്സേഴ്സിന്റെ കൂടെയാണ്. ഇന്നലെ തോറ്റ മാച്ചിന്റെ പകരം വീട്ടാനാണ് ഈ അവസരം. ടീം ബെയർഫുട്ട് ഈ അവസരം മുതലാക്കുമോ? ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ടീം ബെയർഫുട്ട് അവരുടെ ലൈൻ ഓഫ് ഡിഫൻസ് തള്ളിമാറ്റുകയാണ്. ഫ്രാങ്ക്സ്റ്റർ ബോൾ ബാക്ക്ഫീൽഡിലേക്ക് പാസ് ചെയ്തു. ടീം പേഴ്സേഴ്സ് ചെറിയ കളിക്കാരൊന്നുമല്ല, അവർക്ക് ഏതോ ഒരു പ്ലാൻ ഉണ്ട്. ഫ്രോസൺ, സാറ്റലൈറ്റ്, ഡിഫൻസിന്റെ കളി ഇപ്പൊ നിർത്തിക്കോ. ടൈറ്റൻ, അവരെ പിന്നിലാക്ക്. മെത്ത്, നീ മുന്നിൽ നിന്നിട്ട് നിന്റെ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പേഴ്സേഴ്സ് പെട്ടെന്ന് ഡിഫൻസിൽ നിന്ന് ഓഫൻസിലേക്ക് മാറി. ടീം ബെയർഫുട്ടിന് ഓഫൻസിലേക്ക് മാറിയ ഒരു ഗോൾ അടിക്കാൻ പറ്റുമോ? ഓൾറൈറ്റ്, അടിപൊളി ടൈറ്റൻ. അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത്. പേഴ്സേഴ്സ് ടീമിലെ കോൾ ബാക്ക് മുന്നിലേക്കാണ് പോയത്. ടോപ്പറിന്റെ സ്പീഡ് വളരെ അധികമാണ്. ആർക്കും അതും കൂടെ മാച്ച് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ ആർക്കാണ്ട് ആ സ്പീഡ് ഉണ്ട്. ടോപ്പറും ഒഫൻസിലും മിഡ്ഫീൽഡ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു. അങ്ങനെ തന്നെ ബോൾ ബെയർഫുട്ടിന്റെ കൺട്രോളിലാണ്. ടീം ബെയർഫുട്ട് ഗോൾ അടിക്കാൻ ബോളുമായിട്ട് പോകുന്നുണ്ട്. ടീം പേഴ്സേഴ്സിന്റെ ഡിഫൻസ് ഈ പ്രാവശ്യം തകർക്കുമെന്ന് തോന്നുന്നു. അവര് മെത്തിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവനെ തന്നെ മാർക്ക് ചെയ്യുക. തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യാം സർ. ടീം ബെയർഫുട്ടിനെ ഒതുക്കാൻ പേഴ്സേഴ്സ് 1-on-1 സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ കുഴപ്പമില്ല. ഗോൾ തടയാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ബെയർഫുട്ടിന് ഇത് ചെയ്യാൻ കഴിയുമോ? സാറ്റലൈറ്റ്, നീ ഇപ്പൊ ബോൾ നല്ല ഉയരത്തിലടിക്ക്. മെത്ത്, നീ അതിന് തയ്യാറായിക്കോ. ഇത് ശരിക്കും ഒരു എയർ ബോൾ പോലെ തന്നെ. മിത്തിനാണ് ഇത് ഷൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുന്ന. ഇത് അവന്റെ ഫേവറേറ്റ് കോർണർ ആയിരിക്കുമോ? അവൻ വീണ്ടും അപ്പർ ലെഫ്റ്റ് കോർണറിലാണ് അടിക്കാൻ പോകുന്നത്. അപ്പർ ലെഫ്റ്റ് കോർണർ. മിത്ത് അടിച്ച ഷോട്ടിന് ഒരുപാട് പവറുണ്ട്. എന്തായാലും ഷാഡോ ആ ബോൾ തടഞ്ഞിരിക്കുന്നു. ഇത് വളരെ ദുഃഖമാണ്. എല്ലാരും ശ്രദ്ധിച്ചു കേക്ക്. ഫസ്റ്റ് ഹാഫ് കഴിയുന്നവരെ മെത്ത് മുമ്പിൽ തന്നെ കളിക്കും. എല്ലാവരും ഡിഫൻസിൽ ഉണ്ടാവണം. ടീം ബെയർഫുട്ടിന് ഗോൾ അടിക്കാൻ പറ്റിയില്ല. അവർക്ക് കളിക്കാൻ കൂടുതൽ ശക്തിയുണ്ട്. പക്ഷേ പേഴ്സേഴ്സ് തകർക്കാൻ പറ്റാത്തൊരു മതിലായിരിക്കുന്നു. അവരെ തകർക്കാൻ ടീം ബെയർഫുട്ട് ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. ബോൾ മിത്തിനെ പാസ് ചെയ്. പക്ഷേ ഓംനി ഡയറക്ഷണൽ ടാക്കിളിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ ഒന്ന് അടങ്ങുന്നുണ്ടോ ഐസക്? മിത്ത് പൊസിഷനിൽ ഉള്ളിടത്തോളം കാലം സാറ്റലൈറ്റ് ബോൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നേ. അവനെ ഓംനി ഡയറക്ഷണൽ ടാക്കിൾ ചെയ്ത് വീഴ്ത്താൻ പറ്റൂ. മനസ്സിലായി. ഓംനി ഡയറക്ഷനിൽ തന്നെ ചെയ്യാം. ഹായ്, നിന്നെ ഒരിക്കൽ കൂടി കണ്ടതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഓംനി ഡയറക്ഷണൽ ടാക്കിൾ. സാറ്റലൈറ്റ്, നിന്റെ ടാലന്റ് ഒന്ന് കാണിച്ചു കൊടുക്ക. നിന്റെ ഗ്രാവിറ്റി ഡ്രിബിൾ ഉപയോഗിക്കാൻ നോക്ക്. സാറ്റലൈറ്റിന്റെ ഡ്രിബിൾ ഒന്ന് നോക്കൂ. ആർക്കും കാണാൻ പറ്റാത്ത ഗ്രാവിറ്റി ഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവൻ ന്യൂക്ലിയസിനെ ക്രോസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നടക്കുമെന്ന് ആരും വിചാരിച്ചില്ല. വളരെ നന്നായിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ. ന്യൂക്ലിയസിന്റെ ആംനി ഡയറക്ഷൻ ട്രാക്കിൽ ചിലപ്പോ പവർഫുൾ ആയിരിക്കാം. പക്ഷേ നമ്മള് ബോൾ കൺട്രോൾ ചെയ്യുന്നവര് അവന് തടയാനായിട്ട് കഴിയില്ല. സാറ്റലൈറ്റ്, ബോളിൽ കാല് തടയുന്നത് വരെ നീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. കണ്ടോ, ഈ ഗ്രാവിറ്റി ട്രിബിൾ കാലിനും ബോളിനും ഇടയ്ക്കുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡിന് ബലം കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ട്രിബിളിനെ ആംനി ഡയറക്ഷണൽ ട്രിബിളിനെതിരെ ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് സംശയമില്ല, നീ നല്ലൊരു ഡ്രിബ്ലിംഗ് എക്സ്പെർട്ടാ. നീ കലക്കിക്കോൾ. ഞാനും ടൈറ്റന് വേണ്ടി ഇങ്ങനത്തെ ഒരു അടിപൊളി സിഗ്നേച്ചർ മൂവ് ഉണ്ടാക്കാൻ പോവാ. നമുക്കത് കാണാം. സാറ്റലൈറ്റ് മിത്തിനടുത്തേക്ക് ബോളിനെ ലോങ് പാസ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഷാഡോ അതിനെ തട്ടിയെടുത്ത് ബോൾ ഒരു ഷോർട്ട് പാസ് ചെയ്തിരിക്കുന്നു. ന്യൂക്ലിയസ് ഗോൾ അടിക്കാൻ ഗോൾ പോസ്റ്റിനടുത്തേക്ക് വരുന്നുണ്ട്. ടീം ബെയർഫുട്ടിന്റെ ഡിഫൻസിന് ഈ പ്രാവശ്യം ഇത് തടയാൻ കഴിയുമോ?
സാറ്റലൈറ്റ്, അവൻ ബോൾ പാസ് ചെയ്യാതെ നോക്കണം. അവിടെ തന്നെ നിക്ക്. അവൻ കാലുകൊണ്ട് ബോൾ ഡ്രിബിൾ ചെയ്യുന്ന കണ്ടില്ലേ? പക്ഷെ ന്യൂക്ലിയസ് അവസരം കൊടുക്കാതെ ബോൾ കൊണ്ട് പോയി. പക്ഷെ ടോപ്പർ അവന്റെ തല ഉപയോഗിച്ചാണ് ഗോൾ അടിക്കാൻ നോക്കിയത്. പക്ഷെ ഗോളി അവൻ തടഞ്ഞിരിക്കുന്നു. ഗോൾ കീപ്പർക്ക് ഗോൾ തടയാൻ കഴിഞ്ഞു. പക്ഷേ ഒരു റീബൗണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? സാറ്റലൈറ്റ്, പെട്ടെന്ന് ആ ബോൾ തട്ടിയെടുക്കാൻ നോക്ക്. അവർ വലിയൊരു ഷോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഗോളായി. ഇപ്പൊ സ്കോർ 1-0. ടീം പേഴ്സിയസിന്റെ സ്ട്രാറ്റജി വളരെ ഭംഗിയായിരുന്നു. മാച്ചിന്റെ 25ാമത്തെ മിനിറ്റിൽ അവരൊരു ഗോൾ അടിക്കാൻ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ജയിച്ചു.